ഹലോ മൈ ഡിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ബേബിയാണ്. മോർണിംഗ് റുട്ടീൻ തൊട്ട് ചില എസെൻഷ്യൽ ഷോപ്പിംഗ് വരെ. സോ എവിടെയാണ് പോയെന്നൊക്കെ വീഡിയോയിൽ കാണാം. ഇപ്പം എത്ര സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാലും മോർണിംഗ് സ്കിൻ കെയർ ഞാൻ അങ്ങനെ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ തന്നെ നോക്കും. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട്. മേ ബി ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹാരുവിൻ്റെ അടുത്തിട്ട് പോകും. അവൻ മിക്കവാറും ഉണർന്ന് കിടക്കും. ഇല്ലെങ്കിൽ ഉണർത്തിയിട്ട് ഞാൻ പിന്നെ അവനെ ഒന്ന് പെട്ടെന്ന് ഫ്രഷപ്പ് ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കും. കണ്ടോ, ആൾ നല്ല ഉറക്കമാണ്, എണ്ണിറ്റിട്ടില്ല. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് പുറത്ത്. ഈ കാണുന്നത് നമ്മുടെ ബാക്ക് യാർഡാണ്. അവിടെ നമ്മുടെ ഗാർഡനാണ്, കണ്ടില്ലേ? അത് റോസാണ് നിൽക്കുന്നത്. നിറച്ച് റോസാപ്പൂ ഉണ്ട്. ഇവിടെ ഞാൻ പൊതുവെ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റോസ് സീസൺ ആണെന്ന് തോന്നുന്നു, എല്ലാ വീട്ടിലും ഇതുപോലെ ഇഷ്ടംപോലെ റോസാപ്പൂക്കൾ നിൽക്കുന്ന കാണാം. പിന്നെ തൊട്ട് പുറകിൽ തന്നെയാണ് നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഇതാണ് നമ്മളുടെ ബാക്കിലെ എല്ലാ ഒരു വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ റോസാപ്പൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ റോസാപ്പൂവിന് അത്ര സ്മെല്ലൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം പുല്ലൊക്കെ ആയി വളർന്നു. ഇനിയിപ്പം സമയം കിട്ടുന്ന പോലെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്താ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, അവിടെ ഒരു ബിന്ന് ഇരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലൊരു ബിന്ന് നമ്മൾ കൗൺസിലിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. സോ അങ്ങനത്തെ ആ ഒരു ബിന്നിൽ വേണം നമ്മളിതുപോലെ പുല്ലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോഴേക്കും ഹാരി ബേബി എണ്ണീറ്റായിരുന്നു. ഞാൻ മോൻ്റെ പാഡൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ ഒന്ന് നല്ലപോലെ ഫ്രഷപ്പ് ആക്കിയായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അത് ഞാൻ കുഞ്ഞുമായിട്ട് താഴോട്ട് പോകുന്നതിന് മുന്നേ ബെഡും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം ആ പരിപാടി അപ്പോഴേക്കും അങ്ങ് തീരുമല്ലോ, പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അപ്പാ. ഞാൻ വൈറ്റമിൻ ഡി രാവിലെ തന്നെ കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോകും. ഞാൻ ഇതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുമായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന്. ഞാൻ മോനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വെറുവയറ്റിലല്ലായിരുന്നു. സാധാരണ നോർമലി ഞാൻ അവൻ എണ്ണീറ്റ് വരുമ്പോൾ ഒന്ന് ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനുമാണ് വൈറ്റമിൻ ഡി കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേനും ആ പരിപാടി തീരും. ഇത് പിന്നത്തേക്ക് വെക്കുകയാണെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോകും. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ മോനെ എടുത്തിട്ട് നമുക്ക് താഴോട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്കി നോക്കാം. താഴെ ഞാൻ ഇവനെ സ്ട്രോളറിലാണ് കിടത്തുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനുള്ള തൊട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ കിടക്കത്തില്ല. ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ സച്ച് പോകുന്നതിന് മുന്നേ ഈ സ്ട്രോളറിൽ ഈ എന്താ പറയുക, ടർക്കി എല്ലാം വിരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണ് സച്ച് ജോലിക്ക് പോകുന്നത്. ഞാൻ വീണ്ടും അവനെ കിടത്തുന്നതിന് മുന്നേ ഒന്നുകൂടെ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വീണ്ടും ഒന്ന് കുടഞ്ഞിട്ടാണ് കുഞ്ഞിനെ കിടത്തുന്നത്. സച്ചു അങ്ങനെ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കിനും എനിക്ക് ഒന്നിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ മാത്രം മതി. നല്ല ഹെൽപ്ഫുള്ളായി ആണ്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, ഈ സ്ട്രോളറിൻ്റെ ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവനിപ്പോൾ ഈ സ്ട്രോളറിൽ കിടത്തുന്നത് കൊണ്ട് എനിക്ക് അടുക്കളയിലോട്ടും എവിടെ വേണമെങ്കിലും എനിക്ക് ഇവനെയും കൊണ്ട് പോകാം. ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. അതാകുമ്പോഴത്തേക്കിനും അവൻ ബഹളമൊന്നും വെക്കത്തുമില്ല. എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഫീലും അവനും കാണും, എനിക്കും ഉണ്ടാകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇവനെ കൂടുതലും അങ്ങനെ സ്ട്രോളറിൽ ഇങ്ങനെ കിടത്താറില്ല. അത് നല്ലതല്ലല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ആക്ച്വലി നമ്മുടെ ഞാനും എൻ്റെ കുഞ്ഞ് മാത്രമുള്ളപ്പോഴത്തേക്കിനും നമ്മൾ എങ്ങനെയാണ് ഒരു മോർണിംഗ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്നിപ്പോൾ എണ്ണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇച്ചിരി രാത്രിയിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉറങ്ങാറില്ലല്ലോ കുഞ്ഞുങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ച് ജോലിക്ക് പോയി. ഇനിയിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒരു ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ നാടൻ ഫുഡൊന്നും വേണ്ട, എന്തെങ്കിലും തട്ടിക്കൂട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അതെ, പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. അപ്പോൾ പിന്നെ വലിയ ആർഭാടമായിട്ടൊന്നും നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. മെയിൻ അജണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് വയറ് നിറയ്ക്കുക. അപ്പോൾ അതിന് ഒരേ ഒരു പോംവഴി ഇവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞാനിതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചു ഇല്ലാത്തപ്പോഴത്തേക്കിനും കൂടുതലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണ് കഴിക്കുന്നത്.
അതാകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് പണിയും തീരും, വയറും നിറയും. പിന്നെ സച്ച് ഉള്ളപ്പോഴത്തേക്കിനും ആണല്ലോ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു എന്താ പറയുന്നത്, ഒരു രസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ടൈമും ഇതുപോലത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഹലോ, എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേറെ ഒരു പണിക്കും പോകേണ്ട സുഖം സ്വസ്ഥ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കിനുള്ളതൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ ഓൾറെഡി മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സച്ച് ഉള്ളപ്പോഴത്തേക്കിനുമാണ് നമ്മളത് മീൽ പ്രിപ്പ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞ് കരയുമ്പോഴത്തേനും ആർക്കെങ്കിലും ഒരാൾക്ക് പോയി എടുക്കുകയോ ഒരാൾക്ക് കിച്ചണിൽ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ടോട്ടലി ഫ്രീ ആയിരുന്നു. വേറെ ഒരു പരിപാടി ഇല്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഓക്കെ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെന്താ, അപ്പോൾ ഞാൻ ഓർത്തു പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ്, ഒരുപാടൊന്നുമല്ല, കുറച്ച് ഡ്രസ്സ് മേടിക്കാം. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുറച്ച് മൾട്ടി വൈറ്റമിൻസും ഒക്കെ തീർന്നിട്ടുണ്ട്, കാൽഷ്യം ഗുളികയൊക്കെ തീർന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഞാനും കുഞ്ഞും കൂടെ കുറച്ച് നേരം ഇരുന്ന് താഴെയൊക്കെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 11:30 കഴിയുമ്പോഴേക്കും അവൻ കിടന്നുറങ്ങും. ആ സമയത്താണ് ആക്ച്വലി ഞാൻ പോയി ശരിക്കും ഒന്ന് ഫ്രഷ് ആവുന്നത്. പക്ഷെ അവൻ അധികം നേരം ഒന്നും ഉറങ്ങത്തില്ല. ഞാൻ വരുമ്പോഴേക്കും കണ്ണും തുറന്ന് കിടപ്പുണ്ടായിരുന്നു അവിടെ. ടോക്കറ്റീവ് ആണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ എപ്പോഴും ഇങ്ങനെ കമ്പനി കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ എത്ര നേരം വേണമെങ്കിലും അവനിങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ അതിന് ശേഷം എൻ്റെ കുറച്ച് കലാപരിപാടികളായിരുന്നു. നമ്മുടെ സ്വന്തം കുഞ്ഞിനെയല്ലേ നമുക്കിതുപോലെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നത് പെൺകൊച്ചുങ്ങളുടെ ഡ്രസ്സായിരുന്നു തോന്നുന്നു. അപ്പോൾ മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു ബാൻഡ് കിട്ടി. ഡ്രസ്സ് എടുത്തപ്പോൾ നമ്മൾ അതൊട്ട് ശ്രദ്ധിച്ചുമില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് അവനെ ഒന്ന് വെച്ച് ഒരുക്കണമെന്ന് എനിക്ക് തോന്നി. ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുക്കാറുണ്ട്. ഇപ്പോഴൊക്കെ അല്ലേ നമുക്കിങ്ങനെ ഇവരെയൊക്കെ ഒരുക്കാൻ പറ്റുള്ളൂ. കുറച്ച് നാളോട് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെന്നാൽ ഒരുപക്ഷെ അവർ ഓടിക്കും നമ്മളെ. അതുകൊണ്ട് ഇപ്പം നമ്മൾ മാക്സിമം അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ശരിക്കും ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ്, അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ പറ്റുവാണെങ്കിൽ ഒന്ന് പുറത്ത് പോകണമെന്ന്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന്. അപ്പം നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇനി വേണം ഒന്ന് റെഡി ആവാൻ. അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അന്ന് സച്ച് നേരത്തെ വന്നായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. എനിക്ക് കുറച്ച് നല്ലപോലെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്ഥലം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റഷ്ടൻ ലേക്സ് എന്ന് പറഞ്ഞ്. നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോയത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സൈഡ് ലേക്ക് വ്യൂ ആണെങ്കിൽ നെക്സ്റ്റ് സൈഡ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയ ആണെന്ന്. സോ അതാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. അതിൽ ബൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു സ്ഥലത്തു നിന്ന് തന്നെ കിട്ടും. ലൈക്ക് മെഡിസിൻ ആയാലും പിന്നെ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും കുട്ടികൾക്കുള്ള ആവശ്യത്തിലുള്ള എല്ലാ ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ എല്ലാം നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടും. ഞാനിപ്പോൾ കുഞ്ഞിന് വേണ്ടിയുള്ള ഷാമ്പു ആണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണോ ഷാമ്പു? സച്ച് അങ്ങനെ ചോദിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തപ്പിട്ടും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷാമ്പു കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി. പക്ഷേ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ അവിടെ നിന്ന് തന്നെ മേടിച്ചു, കാൽഷ്യം ഒക്കെ മേടിച്ചു. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാർമസിസ്റ്റ് കാണും. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് മേടിക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് മാത്രമല്ല, അവിടെ സാധനം കിട്ടാതെ വന്നപ്പോൾ നമ്മൾ വേറെ 1-2 ഷോപ്പിലും കൂടെ കയറിയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പ്രൈമാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിൽ കയറി. ക്ലോത്തിങ് സ്റ്റോറാണ്. നമ്മുടെ നാട്ടിൽ മാക്സ് ഒക്കെ പോലെ ഇല്ലേ, അത് കണക്കിരിക്കും. അവിടെ മെയിൻലി നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റഫ്സൊക്കെ അവിടെ കാണും, അതും അഫോർഡബിൾ പ്രൈസിന്.
പക്ഷെ അവിടുന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിച്ചില്ല. ഇതുപോലെ സച്ചുമായിട്ട് പോകുമ്പോഴത്തേക്കിനും എൻ്റെ സ്ഥിരം ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ഷോപ്പിലും കയറും, എന്നിട്ട് എല്ലാം ചുമ്മാ പോയി നോക്കും. അന്നേരം സച്ചു ചോദിക്കും നിനക്കിതിൽ എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് എനിക്ക് വരുന്നത്. ഇതൊരു പക്ഷേ എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ സച്ചു പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നാൽ എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അന്നേരം കുഞ്ഞിന് ഒരു തൊപ്പി അങ്ങോട്ട് വാങ്ങിച്ചു. കണ്ടില്ലേ, നല്ല രസമില്ലേ, അവന് ചേരുന്നില്ലേ. സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിന് ഡ്രസ്സ് എടുക്കണമെന്ന്. നമ്മൾ നേരെ അവിടുന്ന് M&Sലോട്ടാണ് പോയത്. ഞാൻ അന്ന് മെൻഷൻ ചെയ്ത പോലെ ഒരു സ്റ്റോർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറെ വേറെ ഒരുപാട് ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ട്. കണ്ടില്ലേ, H&M, റിവർ ഐലൻഡ്, സ്പോർട്സ് ഡയറക്റ്റ്, അങ്ങനെ ഒരുപാട്. സോ നമ്മൾ പിന്നെ നേരെ M&Sലോട്ട് പോയി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ടായിരുന്നു, സെയിലും നടക്കുകയാണ്. അവിടെയും കുറേ നേരം ഇതുപോലെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ചുമ്മാതെ. സച്ചു ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും ഞാനും ഒരു കാര്യം ഓർത്തത്. സച്ചു പറയായിരുന്നു നമ്മൾ പണ്ടൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഷോപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പം ദേ ഇവൻ കുഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ അവന് വേണ്ടി മാത്രമായി ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ എന്ന്. സത്യമാണല്ലേ? നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ? പിന്നെ അതിന് ശേഷം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിലിമൊക്കെ ഇട്ട് കണ്ടു. ഇതിനിടയ്ക്ക് കുഞ്ഞെഴുന്നേറ്റു. പിന്നെ അവനോട്ടൊക്കെ കളിച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.